നമുക്ക് ആ ഫുൾ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു വിവിഡ് പിക്ചർ നമ്മുടെ മുമ്പിലുണ്ട്, ഒരു വിവിഡ് ഇമേജ് ഉണ്ട്, ഒരു മെന്റൽ ഇമേജ് ഉണ്ട്. അത് വർക്കൗട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഡെലിഗേറ്റഡ്. ആ ഉത്തരവാദിത്തം നമ്മളിൽ നിന്ന് അത് കുറച്ച് ഭാഗം നമ്മുടെ സെയിൽസ് ടീമിലേക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഫിനാൻസ്, ഓപ്പറേഷൻ, ഈ പറയുന്ന മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പല ഭാഗങ്ങളാണ്. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ കൊടുക്കുന്ന ടാസ്കുകളെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് വി ഹാവ് ടു സ്പെസിഫൈ. നമ്മുടെ ടീം മെമ്പേഴ്സിനോട് നമുക്ക് ടാസ്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ആ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. അതായത് നിങ്ങൾ എന്തൊക്കെ ടാസ്കുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളുടെ മെന്റൽ ഇമേജിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവർക്കൊരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇന്ന ടാസ്കുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്.